പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റേത് ആത്മഹത്യയോ കൊലപാതകമോ? നേരറിയാൻ CBI എത്തിയതോടെ പ്രതീക്ഷയിലാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം. പോലീസ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ CBI മരണത്തിന് ഉത്തരവാദികളായവർക്ക് കുരുക്കുമുറുക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ മരണകാരണം കണ്ടെത്താൻ CBI വിശദമായ പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നു. ഡൽഹി എയിംസിലെ മെഡിക്കൽ ബോർഡിന്റെ വിദഗ്ധോപദേശവും തേടിയിട്ടുണ്ട്. ഇതിനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും എയിംസിന് കൈമാറി. സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിലാണ് CBI. ഇതിന്റെ ഭാഗമായാണ് ഡൽഹി എയിംസിന്റെ സഹായം തേടുന്നത്. മരണം സംബന്ധിച്ച് ശാസ്ത്രീയമായ പരിശോധനയ്ക്കും വിശകലനത്തിനുമായുള്ള മുഴുവൻ വിശദാംശങ്ങളും കൈമാറിക്കഴിഞ്ഞു. സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മൃതദേഹം പരിശോധന നടത്തിയ ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട്, മരണസമയത്തെ കുളിമുറിയുടെ ദൃശ്യങ്ങൾ എന്നിവ അടക്കമുള്ള വിവരങ്ങളാണ് എയിംസിന് കൈമാറിയിട്ടുള്ളത്. സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കുളിമുറിയുടെ വാതിൽ പൊട്ടിയ നിലയിലും പൂട്ട് ഇളകിയ നിലയിലുമാണെന്നത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഡമ്മി പരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു. എയിംസിലെ റിപ്പോർട്ട് അന്വേഷണത്തിൽ ഏറെ നിർണായകമാകും. സിദ്ധാർത്ഥിനെതിരെ നടന്നത് ആൾക്കൂട്ട വിചാരണയാണെന്നും അടിയന്തര വൈദ്യസഹായം പോലും നൽകിയില്ലെന്നും CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ഫെബ്രുവരി 16, 17 തീയതികളിലായി മണിക്കൂറുകളോളം നീണ്ടുനിന്ന ആൾക്കൂട്ട വിചാരണയ്ക്ക് പിന്നാലെയാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന വാദം ഉയരുന്നതിനിടെയാണ് CBIയുടെ പുതിയ നീക്കം. യഥാർത്ഥ മരണകാരണം കണ്ടെത്താൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധോപദേശം നൽകണമെന്നാണ് CBI ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ക്രിമിനൽ ഗൂഢാലോചന അടക്കം 7 കുറ്റങ്ങളാണ് 19 പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ വകുപ്പുകൾ തുടരന്വേഷണത്തിൽ ചുമത്തും. 1-ാം പ്രതി അഖിൽ, 2-ാം പ്രതി കാശിനാഥൻ എന്നിവരുടെ നേതൃത്വത്തിൽ 2 ദിവസം അടിവസ്ത്രത്തിൽ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് മണിക്കൂറുകളോളം പരസ്യ വിചാരണ നടത്തിയെന്ന് CBI വ്യക്തമാക്കുന്നു. ഒരു ദിവസം ഭക്ഷണവും കഴിച്ചിരുന്നില്ല. അടിയന്തര വൈദ്യസഹായം വേണമെന്ന് ബോധ്യമുണ്ടായിട്ടും അത് നൽകാനും പ്രതികൾ തയ്യാറായില്ലെന്നും മറ്റുള്ളവർക്ക് ഇത് പാഠമാകട്ടെ എന്ന പരസ്യ ഭീഷണി മുഴക്കിയതായും CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി.